നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൂംബ ഡാൻസ് വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ വകുപ്പ്. എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സൂംബയ്ക്ക് എതിരല്ല, ആരുടെ മേലും അടിച്ചേൽപ്പിക്കരുതെന്ന് വി.ഡി. സതീശൻ. ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് വകുപ്പ് മേധാവി. ആരോപണം സംവിധാനത്തെ നാണം കെടുത്താനെന്ന് മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം. കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമാക്കാൻ നിർണായക ഇടപെടലുമായി വനിതാ ശിശുവികസന വകുപ്പ്. 140 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത് 56 കുട്ടികളെ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വാർത്തകൾ വിശദമായി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുയരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണ്. ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകും. ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സൂംബയിൽ ചർച്ച ചെയ്ത തെറ്റിദ്ധാരണ നീക്കാൻ തയ്യാറാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചു. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇതൊന്നും വിവാദമാക്കേണ്ടതില്ലെന്നും ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ചാണ് ഇത് നടപ്പാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഷ്കാരങ്ങൾക്കെതിരെ എതിർപ്പ് കൊണ്ടുവരുന്നവർക്ക് അജണ്ടകൾ ഉണ്ടാകാം. സൂംബയിൽ വ്യക്തിപരമായി ഏതെങ്കിലും കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ സ്കൂൾ അധികൃതരെ അറിയിച്ചാൽ മതി. സ്കൂളുകൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. അല്പവസ്ത്രം ധരിച്ചാണ് കുട്ടികൾ ഇടപഴകുന്നതെന്ന് പറയുന്നത് വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുന്നതിനാണ്. രാഷ്ട്രീയമാണ് ഈ വിഷയമെങ്കിൽ രാഷ്ട്രീയമായി നേരിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന തരത്തിൽ വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് വി.ഡി. സതീശൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പവിത്രതയും അതിന്റെ മൂല്യവും നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും കോൺഗ്രസ് ചെറുത്ത് തോൽപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സൂംബ ഡാൻസ് വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും ഇത്തരം കാര്യങ്ങൾ ആരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. മതേതരത്വം, സോഷ്യലിസം എന്ന 2 വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെടുന്ന RSS നേതാക്കന്മാരുടെ ശ്രമത്തിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ ക്യാമ്പയിൻ നടത്തും. ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഒരു കാരണവശാൽ അത് സമ്മതിക്കില്ല. രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന. രാജ്യത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയുടെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് അതിലെ സോഷ്യലിസ്റ്റ്, എല്ലാവരോടും ഒരുപോലെ സമീപനം വേണം എന്ന് പറയുന്ന മുതലാളിത്തവും അടിമത്തവും ചൂഷണവും ഒന്നും ഇല്ലാത്തൊരു വ്യവസ്ഥിതിയാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി. അതുപോലെ ഇന്ത്യ പോലുള്ള വിവിധ മത വിഭാഗങ്ങൾ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു മതേതര ഭാവവും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട്. ഇത് രണ്ടും മാറ്റിയാൽ ഭരണഘടന മരിച്ചു എന്നാണ് അതിനർത്ഥം. ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. അതിശക്തമായ ക്യാമ്പയിൻ അതിനെതിരായി ഞങ്ങൾ നടത്തും. സൂംബ നൃത്തത്തിൽ മതനേതൃത്വത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ ഒരുമിച്ച് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. കുട്ടികൾ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദണ്ഡവാദമാണ് ഉയർത്തുന്നത്. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പാടില്ല. അഭിപ്രായം പറയാം. പൊതുവിദ്യാഭ്യാസം മതനിരപേക്ഷ ജനാധിപത്യ നീതികൾ ഉറപ്പാക്കാനാണ്. അല്പവസ്ത്രമെന്ന് പറയുന്നത് ായ്മയും തെറ്റിദ്ധാരണയും മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂംബ നൃത്തത്തിൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഇത്തരം ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സൂംബയ്ക്ക് യൂത്ത് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിട്ട് തൊഴുകയും ചെയ്ത ഗവർണറുടെ നടപടി ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ഗവർണറുടെ ഈ പ്രവൃത്തി ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലർ സ്വഭാവത്തിന്മേലുള്ള കടന്നാക്രമണമാണെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി.
ഭാരതാംബ എന്ന് വിളിക്കുന്ന വനിതയുടെ ചിത്രം താമരയിലോ സിംഹത്തിന് മുകളിലോ ഇരിക്കുന്ന രൂപത്തിലും കാവ്യവസ്ത്രം ധരിച്ചും ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാജ്യത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. അതായത് ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യമോ വിവേചനമോ പാടില്ല. ഭാരതാംബയുടെ ചിത്രം ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും പൂജിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഇത് മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തങ്ങളോട് വിവേചനം കാണിക്കുന്നതായി തോന്നാനും ഇടയാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. പുതിയ പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി. UPSC കൈമാറിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിയമോപദേശം തേടിയത്. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന DGPമാരുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ നടപടികൾ എങ്ങനെയെന്നതും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. പുതിയ പോലീസ് മേധാവിയെ നിയമിക്കാൻ സർക്കാരിന് മുന്നിൽ അധികം സമയമില്ല. ഈ മാസം 30-ന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് സ്ഥാനമൊഴിയും. അന്ന് തന്നെ പുതിയ മേധാവി സ്ഥാനമേൽക്കണം. തിങ്കളാഴ്ച ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തെ കേഡറിലുള്ള 3 മുതിർന്ന DGPമാരായ നിതിൻ അഗർവാൾ, റാവഡ ചന്ദ്രശേഖർ, യാഗേഷ് ഗുപ്ത എന്നിവരുടെ പേരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള റാവഡ ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്താൽ സ്ഥാനമേൽക്കുന്നത് വൈകാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർവീസിൽ നിന്ന് ഒഴിയാനുള്ള ഉത്തരവിറങ്ങിയ ശേഷം സംസ്ഥാനത്ത് ചുമതലയേൽക്കാൻ കഴിയുള്ളൂ. M5 ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 1 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു. മലപ്പുറം കോട്ടയ്ക്കലിനടുത്ത് പാങ്ങിലാണ് സംഭവം. അക്യുപങ്ചറിസ്റ്റായ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN ഇർഹാനാണ് മരിച്ചത്. മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപണത്തിൽ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനായ 5 വയസ്സുകാരൻ ഹരിത്താണ് മരിച്ചത്. നായോട് കടിയേറ്റപ്പോൾ വാക്സിൻ എടുത്തിരുന്നു. കഴിഞ്ഞ 12 ദിവസമായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മെയ് 31-ന് പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മുഖത്ത് കടിയേറ്റ കുഞ്ഞിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കേരളത്തെ ബാലവേല വിമുക്തമാക്കാൻ നടപടികളുമായി സംസ്ഥാന സർക്കാർ. ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ശരണബാല്യം പദ്ധതി നടപ്പിലാക്കി വരുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 704 റെസ്ക്യൂ ഡ്രൈവുകളാണ് സംഘടിപ്പിച്ചത്. 56 കുട്ടികളെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തുടനീളം കുട്ടികൾ ബാലവേലയ്ക്കിരയാകാൻ സാധ്യതയുള്ള 140 ഹോട്ട്സ്പോട്ടുകളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത് എറണാകുളം ജില്ലയിലാണ്. തിരുവനന്തപുരം 12, കൊല്ലം 11, പത്തനംതിട്ട 6, ആലപ്പുഴ 10, കോട്ടയം 7, ഇടുക്കി 13, തൃശൂർ 9, പാലക്കാട് 4, മലപ്പുറം 9, കോഴിക്കോട് 4, വയനാട് 8, കണ്ണൂർ 10, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് മറ്റുള്ള ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പോലീസിനെ ആക്രമിച്ച ഗുണ്ടാസംഘം. തൃശൂർ നല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത്. 3 പോലീസ് ജീപ്പുകൾ തല്ലി തകർത്തു. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. നല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽത്താഫും അഹദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത്. സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും അശ്ലിനും ഷാർബിലുമായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവർ. ബ്രഹ്മജിത്ത് കൊലപാതകം ഉൾപ്പെടെ 8 കേസുകളിൽ പ്രതിയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ആക്രമണം. ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞടിയായി വീടിന് മുന്നിലേക്ക് സംഘർഷമെത്തിയതോടെ അഹമ്മദിന്റെ ഉമ്മയാണ് പോലീസിനെ വിവരമറിയിച്ചത്. ആദ്യം വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറിഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു. പിന്നീടെത്തിയ 2 പോലീസ് വണ്ടിക്ക് നേരെ ആക്രമണമുണ്ടായി. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മത്തുൾപ്പെടെയുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. M5 ന്യൂസ്, തൃശൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ വില തർക്കം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിക്കും. ഇത് സംബന്ധിച്ച് ബത്തേരി സബ് കോടതി ഉത്തരവിട്ടു. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആസ്തിയുടെ കണക്കെടുക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. യഥാർത്ഥ മൂല്യം കണക്കാക്കാതെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തതെന്ന ഉടമയുടെ ഹർജിയിലാണ് നടപടി. ഹർജിയെ എതിർത്ത സർക്കാർ നിലപാട് തള്ളിയാണ് ബത്തേരി സബ് കോടതിയുടെ ഉത്തരവ്. ഈ മാസം 25-നാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കിയത്. നിലവിൽ 43 കോടി രൂപയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് വിലയായി സർക്കാർ കോടതിയിൽ കെട്ടിവച്ചിരിക്കുന്നത്.
M5 ന്യൂസ് വയനാട്. സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി എന്ന സൂചനയുമായി യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആരോപിച്ച് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തുന്നു. പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ല എന്നും ഹാരിസ് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഹാരിസ് മെഡിക്കൽ കോളേജിനെ അവസ്ഥ പങ്കുവച്ചത്. ഉപകരണങ്ങളുടെ ക്ഷാമം, അവ പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ എന്നിവയെല്ലാം കൂടി പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു. തുടർന്ന് വകുപ്പ് മേധാവികൾക്ക് പർച്ചേസിംഗ് പവർ ഇല്ലാത്തതുമൂലമുള്ള നിസ്സഹായതയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. M5 ന്യൂസ് തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലെന്ന യൂറോളജി വകുപ്പ് മേധാവിയുടെ അവകാശവാദങ്ങൾ തള്ളി മെഡിക്കൽ കോളേജ് DME വിശ്വനാഥൻ. പറഞ്ഞതൊക്കെ തെറ്റാണെന്നും കഴിഞ്ഞ 4 വർഷമായി കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമായി വന്നിട്ടുണ്ടെന്നും വിശ്വനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോളജി മേധാവിയോട് വിശദീകരണം തേടുമെന്നും DME വ്യക്തമാക്കി. പോസ്റ്റ് തികച്ചും തെറ്റാണെന്നാണ് DME വിശ്വനാഥന്റെ പക്ഷം. യൂറോളജി വകുപ്പ് മേധാവിയുടേത് വൈകാരികമായ പ്രതികരണമെന്ന് DME പറയുന്നു. വേറൊരു മേധാവിയും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇന്നലെ നടക്കേണ്ട 4 ശസ്ത്രക്രിയകളിൽ 3 നടന്നിട്ടുണ്ട്. ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിയതെന്ന് പറഞ്ഞ DME ഉപകരണത്തിന് തകരാർ കാരണമാണ് ശസ്ത്രക്രിയ മാറ്റിയതെന്നും കൂട്ടിച്ചേർത്തു. സംവിധാനത്തെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്നും DME വിമർശനം ഉന്നയിച്ചു. വിഷയം ആരോഗ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. യൂറോളജി മേധാവിയോട് ഉടൻ വിശദീകരണം ചോദിക്കും. ഫോണിൽ അദ്ദേഹത്തെ ലഭ്യമല്ല, നടപടി ഉണ്ടാകുമെന്നും DME അറിയിച്ചു. M5 ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിക്കുന്നു. കിലോയ്ക്ക് വില 400 രൂപയ്ക്കും മുകളിൽ എത്തിയതോടെ ഹോട്ടലുകളും കേറ്ററിംഗ് സ്ഥാപനങ്ങളും ചെറുകിട പലഹാര കടകളും പ്രതിസന്ധിയിലായി. 6 മാസം മുൻപ് മൊത്തവില 160 രൂപയായിരുന്നു. മാർച്ച് മുതലാണ് വില കുതിച്ചുയരാൻ തുടങ്ങിയത്. ഏപ്രിലിൽ ലിറ്ററിന് 300 കടന്നു. ഓണം അടുക്കുമ്പോൾ 500 ആകുമെന്നാണ് ആശങ്ക. ഇതിനിടെ വെളിച്ചെണ്ണയുടെ വ്യാജനും വിലസുന്നുണ്ട്. തേങ്ങയ്ക്കും തീവിലയാണ്. കിലോയ്ക്ക് 400 കടന്ന് വെളിച്ചെണ്ണ വില കുതിക്കുമ്പോൾ താളം തെറ്റുന്നത് കുടുംബ ബജറ്റുകളുടെ മാത്രമല്ല, ഹോട്ടൽ, കേറ്ററിംഗ്, ചെറുകിട പലഹാര കടകളുടെ ബജറ്റുകൾ കൂടിയാണ്. പ്രതിസന്ധി മറികടക്കാൻ ഭക്ഷ്യവിഭവങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നാണ് ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കമ്പ്യൂട്ടർ വിതരണത്തിൽ അഴിമതി ആരോപണം. തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടർ വിതരണത്തിൽ അഴിമതി ആരോപണം. തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് കരമനം ജയൻ ഉദ്ഘാടനം ചെയ്തു. BJP പൗരുഷമുള്ള പാർട്ടിയാണെന്നും കോൺഗ്രസ് കൗൺസിലർമാർ ജോക്കർമാരാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കരമനം ജയൻ പറഞ്ഞു. ഇവിടെ വേറൊരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന UDF-കാരുണ്ട്, 4-7 ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് ജോക്കറിസം കാണിച്ച് പോണതല്ലാതെ UDF വലിയ സംഭവമാണ്, കേരളത്തിലെ വലിയ സംഭവം ആകാൻ പോകുന്നു എന്ന് പറയുന്നവര് ഇവിടെ വന്ന് ജോക്കറിസം വെറും ഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു. UDF-ന്റെ ഒരു 7-8 കൗൺസിലർമാർ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പൗരുഷമുള്ള പാർട്ടിയാണ്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾക്കറിയാം. ഇവിടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് ഈ സമരത്തിന്റെ പ്രസക്തി എന്നാണ്. നിർധനരായ കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിൽ മേയർ അഴിമതി കാണിച്ചെന്ന ആരോപണവുമായാണ് കോർപ്പറേഷനു മുന്നിൽ BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. 4.5 വർഷക്കാലം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പാവപ്പെട്ട ജനങ്ങളോട് അഴിമതികൾ കാണിച്ചു. പട്ടികജാതി വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ മേയർ തട്ടിപ്പ് കാണിച്ചുവെന്നും രാജിവെച്ച് പുറത്തുപോകണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്നതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. തുടർന്ന് പ്രതിഷേധ മാർച്ച് അവസാനിച്ചതിനു ശേഷവും BJP കൗൺസിലർമാർ CPM-ന്റെ ബാനർ വലിച്ചു കീറിയതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. M5 ന്യൂസ് തിരുവനന്തപുരം. സൗത്ത് കൊൽക്കത്ത ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കോളേജിലെ സെക്യൂരിറ്റി ഗാർഡാണ് അറസ്റ്റിലായത്. സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി.
പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. മാസങ്ങളായി പുലി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കൂടി സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാനായില്ല. വനംവകുപ്പ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിനുള്ളിൽ പാർട്ടി നടത്തിയ 4 മുതിർന്ന ജീവനക്കാരെ പുറത്താക്കി എയർ ഇന്ത്യ. ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി. ജൂൺ 20-നായിരുന്നു സംഭവം. എയർ ഇന്ത്യ ഉപകമ്പനിയായ AI സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിക്കിടെ ലുങ്കി ഡാൻസ് പാട്ടിനൊപ്പം ജീവനക്കാർ ചുവടുവയ്ക്കുന്ന വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. AI സാറ്റ്സിലെ കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. പ്രതിഷേധമുയർന്നതോടെ തങ്ങൾ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പമാണെന്നും ഇപ്പോൾ പുറത്തുവന്ന ആഘോഷ വീഡിയോയെ അംഗീകരിക്കുന്നില്ലെന്നും എയർ ഇന്ത്യ കമ്പനി വക്താവ് വിശദമാക്കി. ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് AI സാറ്റ്സ് വിമർശിച്ചു. ഇതിന് പിന്നാലെയാണ് 4 മുതിർന്ന ഉദ്യോഗസ്ഥരെ എയർ ഇന്ത്യ പുറത്താക്കിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 260 പേരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയുടെ തന്നെ ഉപസ്ഥാപനത്തിലെ ആഘോഷമെന്നായിരുന്നു ഉയർന്ന വിമർശനം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. അഴിമതി കേസിൽ ബെന്യാമിൻ നെതന്യാഹുവിന്റെ വിചാരണ മാറ്റാനാവില്ലെന്ന് ഇസ്രായേൽ കോടതി. കേസ് റദ്ദാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൊഴി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം കോടതി നിരസിച്ചത്. നെതന്യാഹുവിനെതിരായ 1ാമത്തെ കേസിൽ അദ്ദേഹവും ഭാര്യ സാറയും $2,60,000 മൂല്യം വരുന്ന ആഡംബര ഉൽപ്പന്നങ്ങളായ സിഗരറ്റ്, ജുവലറി, ഷാമ്പെയിൻ എന്നിവ ശതകോടീശ്വരന്മാരിൽ നിന്ന് വാങ്ങിയെന്നാണ് കേസ്. 2ാമത്തെ കേസ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. കാലാവസ്ഥ. കേരളത്തിലെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൂംബ ഡാൻസ് വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ വകുപ്പ്. എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സൂംബയ്ക്ക് എതിരല്ല, ആരുടെ മേലും അടിച്ചേൽപ്പിക്കരുതെന്ന് VD സതീശൻ. ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് വകുപ്പ് മേധാവി. ആരോപണം സംവിധാനത്തെ നാണം കെടുത്താനെന്ന് മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം. കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമാക്കാൻ നിർണായക ഇടപെടലുമായി വനിതാ ശിശുവികസന വകുപ്പ്. 140 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത് 56 കുട്ടികളെ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.